എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വിന്നറെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ എന്തിനുള്ള വിന്നറാ ക്ഷമയത്? ലക്കി ഡ്രോ. യാ ഓക്കെ. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ബോച്ചന്റെ ടീ വാങ്ങിക്കഴിഞ്ഞാല് ദിവസം 10 ലക്ഷം വിന്നറാ. എന്റെ മോനെ വലിയ എമൗണ്ട്, ഇത്ര എമൗണ്ട് കൊടുത്തുകൊണ്ട് ദിവസവും ഓരോ വിന്നറെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിന്നറെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ബോച്ച ഇപ്പോ ബിസിനസ് ടൂർ കഴിഞ്ഞിപ്പം നാട്ടിലെത്തിയിട്ട് അങ്ങനെ എന്തോ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ദൗത്യം ഞങ്ങൾ ഏൽപ്പിച്ചത്. ഞാൻ ഷെഫിയാണ്. അതുപോലെ തന്നെ ഡെയിലി ആയിട്ട് 13,704 വിന്നേഴ്സിനെ വേറെയും പ്രഖ്യാപിക്കുന്നുണ്ട്. അതും ഡെയിലി ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 25 കോടി രൂപയാണ് കേസ് ഇതിന്റെ ബമ്പർ പ്രൈസ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഞങ്ങളൊന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ. അപ്പൊ ഏതായാലും നമ്മള് ഇന്നത്തെ വിന്നർ നമ്മള് വിളിച്ചിങ്ങാന്റെ ഈ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി പോവുകയാണ്. ആ ആൾക്ക് എത്രത്തോളം ആളെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം ലക്ഷ്മി. ഓക്കെ. അപ്പൊ ഈ സമയത്താക്കണ കോൾ ചെയ്യുകയാണ്. ഹലോ, ഇത് ടിൻഡോ മാർക്കോസ് ആണോ? ഹസ്ബൻഡ് അറിയോ? ഞങ്ങളെ കണ്ടിക്കണ മുമ്പ്? അങ്ങനെ പറയില്ലേ. യൂട്യൂബിലൊക്കെ വീഡിയോ ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളാ. ടി ഫാമിലി അറിയോ? ടി ഫാമിലി കണ്ടു തോന്നുന്നു. കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ബ്ലോഗിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഞങ്ങൾ വിളിച്ച സമയത്ത് പേടിച്ചു പോയോ? വൈഫ് ഡ്യൂട്ടിയിലാണ്. വൈഫ് എവിടെ? വിളിക്കാൻ പറഞ്ഞോണ്ട് വിളിച്ചു. വൈഫ് അറിയത്തില്ല. വൈഫ് അടുത്തുണ്ടോ? ഇല്ലല്ല, വൈഫ് ഡ്യൂട്ടിയിലാണ്. ഹോസ്പിറ്റലാ അല്ലേ? വൈഫ് കൂടി ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയാക്കായി നമുക്ക്. വൈഫ് കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളി ആവുകയെന്ന് പറയാ. ഓക്കെ ഓക്കെ. നിങ്ങള് നമ്മളെ ബോച്ചെ ടീ വാങ്ങിനോ എവിടെങ്കിലും വെച്ച്? എവിടുന്നായി വാങ്ങിയേ? ഇത് ഇവിടെ തന്നെയായിരുന്നു വാങ്ങിച്ചത്. ഓൺലൈൻ ആണോ അല്ലെങ്കിൽ ഷോപ്പിൽ തന്നെ പോയിട്ടോ? അല്ല, ഷോപ്പിൽ നിന്നായിട്ടാണ് എടുത്തത്. എന്റെ അമ്മ ഇത് എടുത്തിട്ടുണ്ട്. 24,000 രൂപയുടെ ഒരു ഇത് എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഇതിലാണ് ഇത് ഐഡി അടിച്ച് ഓക്കെ 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 എടുത്തത് വൈഫ്. ഓക്കെ. നിങ്ങൾ ഏതായാലും കോൾ എടുത്തത് കൊണ്ട് അടിപൊളിയായി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദിവസവും 10 ലക്ഷം അടിക്കുന്ന കാര്യങ്ങൾക്ക് അറിയാലോ. നറുക്കെടുപ്പിലൂടെ വിജയി. അപ്പൊ ഈ ദിവസത്തെ വിജയികളാണ്. എന്റെ ദൈവമേ, അയ്യോ, ഹാപ്പി ആയോ? ഹാപ്പി ആയോന്നോ? കടം നടത്തിന്റെ കൂടുതൽ ഒരു 1.5 മാസമായിട്ട് പണിയില്ലാതെ ഇന്ന് പണിക്ക് ഇറങ്ങിയുള്ളൂ. ഇന്ന് പണിക്ക് ഇറങ്ങിയ നാളെ ഇത് കുട്ടീനെ സ്കൂളിൽ ചേർക്കേണ്ട. അത് അറിയിക്കുന്നവർക്ക് തന്നെ കിട്ടുമല്ലോ. ഓക്കെ. അറിയാതെപ്പെട്ട കൈകളിൽ തന്നെ ഏതായാലും എത്തിപ്പെട്ടിക്കണത്. കൂടുതൽ സന്തോഷിക്കേണ്ട, വേറെ എന്തെങ്കിലും ആവും. ഏതായാലും അതെ അതെ, സത്യം തന്നെ സത്യം തന്നെ. ഒരുപാട് ആളുകൾ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 10-20 സ്റ്റാഫുകളുണ്ട്, ഡ്രൈവേഴ്സ്. അപ്പൊ എല്ലാവരോടും ഞാനിപ്പോ അതിന്റെ ഒരു ഐഡിയ അടിച്ചിട്ടുണ്ട്. പൈസ ഇല്ലാത്തവരോട് പ്രോഡക്റ്റ് ഒന്നും എടുക്കാണ്ടിരിക്കാറ്. അപ്പൊ ഈ ആഴ്ച ശമ്പളം കിട്ടുമ്പോ ഒരു പ്രോഡക്റ്റ് എടുക്കാതെ വിചാരിച്ച് നിൽക്കാറുള്ളൂ. വൈഫിനെ വിളിച്ച് പറഞ്ഞേക്ക്. എങ്ങനെയെങ്കിലും ഇപ്പൊ വൈഫ് ഇന്നലെ കൂടി പറഞ്ഞു, ചേട്ടായി ഒരു 100 രൂപ പോലും അടിക്കുന്നില്ലല്ലോ, നമുക്ക് 300 രൂപയാണല്ലോ അടിച്ചിട്ടുള്ളൂ, പിന്നെ ഒന്ന് അടിച്ചുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞുള്ളൂ. കൊച്ചിനെ സ്കൂളിൽ വരുന്നത് എങ്ങനെയാണ് ആകപ്പാട് ഒരു പ്രതിസന്ധിയിലായിരുന്നു. ഏതായാലും ഇപ്പൊ അടിപൊളിയായല്ലോ. ഇനിയിപ്പോ സ്കൂള് വിടുക, എവിടെയും വിടാലോ. ഓക്കെ ഓക്കെ. ഏതായാലും എന്താ പറയാ, അപ്പൊ ഇനി നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം അവിടുന്ന് വാങ്ങാൻ വേണ്ടിട്ട്. കാരണം എല്ലാവരും ഇതുപോലെ എന്താ പറയാ ഒരുപാട് കടക്കണിയിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ആർക്കാണ് എപ്പോഴാണ് സമയം കിട്ടാന്ന് അറിയൂലല്ലോ. അപ്പൊ എല്ലാരും വിജയിക്കുക. അതുപോലെ തന്നെ നിങ്ങളും തുടർന്നും ഇന്നത്തെ അതെ അതെ രാത്രിയാണല്ലോ നമ്മൾ നറുക്കെടുക്കുക. അപ്പൊ ഇപ്പൊ കിട്ടിയത് നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഏതായാലും എന്നാലും ഒരു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു സംസാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഹാപ്പി അല്ലേ? ശരി. ഏതായാലും ഞങ്ങളെ വീഡിയോ കാണുക. ഓക്കെ.
ഓക്കെ ശരി 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 ഓക്കെ ശരി. അപ്പൊ ഈ സാള് ഭയങ്കര ഹാപ്പിയിലാട്ടോ എന്റെ മോനെ. എനിക്കുണ്ടോ സങ്കടം വന്നിട്ട് ആ എന്താ പറയുന്നാല് മോനെ. ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മള് ഇത് മാറ്റി വേറെ ആളെ വിളിക്കാൻ വേണ്ടി നിക്കുക. ആ സമയത്താണ് ഒരു റിട്ടേൺ ഇങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഏതായാലും ഒരു ഭാഗ്യം കൊണ്ട് വിൽക്കാൻ കിട്ടി. ഇതുപോലെ എല്ലാവർക്കും കിട്ടട്ടെ. എന്താ പറയാ എല്ലാവരും അതുപോലെ ബോച്ചട്ടി വാങ്ങുക. പിന്നിപ്പോ നമുക്കൊക്കെ അറിയാലോ ഇപ്പൊ ഫ്രെയിമിന്റെ കാര്യത്തിലൊക്കെ മുൻപിട്ട് ഇറങ്ങിയതും ഒക്കെ ബോച്ച തന്നെയാണല്ലോ. അപ്പൊ ഏതായാലും നല്ലത് വരട്ടെ ലക്ഷ്മി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മാസം 10-ാം തീയതി കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ഇനാഗ്രേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങളും അങ്ങോട്ട് വരിക, നമുക്ക് അവിടെ വെച്ച് കാണുകയൊക്കെ ചെയ്യാം ലക്ഷ്മി. ഓക്കെ അപ്പൊ ഇൻഷാല്ലാ ബൈ ബൈ.